ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ട് ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഏതെങ്കിലും ഗ്ലാസ് എടുക്കാം, കുഴപ്പമില്ല, ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ചായയൊക്കെ കുടിക്കുമ്പോഴത്തെ ഗ്ലാസ്സാണ്. 400 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തോല് കളഞ്ഞൊക്കെ വയ്ക്കാം. തോല് കളഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് റെഡിയാക്കാം. പച്ചരി നമുക്കൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് മത്തനൊന്ന് തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കഴുകിയിട്ട് ഒന്ന് കഴുകിയെടുത്ത് വേവിച്ചെടുക്കാം നന്നായിട്ട്. ഞാൻ സ്റ്റൗവിലാണ് വയ്ക്കുന്നത്. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മത്തങ്ങ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മത്തങ്ങ വേവാൻ 1/2 ഗ്ലാസ് വെള്ളം മതി. ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഓണാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരി ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അരി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മത്തങ്ങ വേവിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരിയുടെ കൂടെ തന്നെ അരിയിലപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മത്തങ്ങയുടെ വെള്ളവും ശർക്കരയുടെ വെള്ളവും മാത്രം മതി ഇത് അരച്ച്. അപ്പം നമ്മുടെ മത്തങ്ങയും അരിയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം മത്തനും അരിയും കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പഴം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം കൂടെ ഇട്ട് അല്പം ശർക്കര പാനിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. മാവ് ഈ പരുവത്തിലാണുള്ളത്. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം വേണ്ടി വരും. നമുക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കരയുടെ വെള്ളം തന്നെയാണ്. നമുക്ക് അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് തേങ്ങാക്കൊത്താണ് നമ്മുടെ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. റെഡി ആയിട്ടാണ്. നമുക്കത് തയ്യാറാക്കി നോക്കാം. മത്തങ്ങ ഉണ്ണിയപ്പം ഒന്ന് തയ്യാറാക്കാം. അപ്പം നമ്മുടെ സ്റ്റൗ കത്തിച്ച് ഉണ്ണിയപ്പക്കാര വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മാവ് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് നമ്മളെ മത്തങ്ങ. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.